ഇന്ന് ഞാൻ ആദ്യമായിട്ട് തന്നെ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. കാരണം ഞാൻ സാധാരണ ഇടയ്ക്ക് വെച്ചിട്ടാണ് പറയുക, പക്ഷെ ഇതെനിക്ക് ആദ്യമേ പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊക്കെ ഈ വചനപ്പെട്ടി കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഇപ്പോഴും നമ്മളതൊക്കെ എടുക്കുന്നുണ്ടാവും. ഇത് പുതിയതാണ്, പക്ഷെ ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോഴാണ്. കുർബാന സ്വീകരണം കഴിഞ്ഞ് ഇന്നൊക്കെ എല്ലാവർക്കും ബൈബിളും കുർബാന പുസ്തകമൊക്കെ കൊടുക്കും. ഞാനന്ന് ഒരു കൊച്ചിടവകയിൽ, ഒരു പാവപ്പെട്ട ഇടവകയിലാണ്. ഞങ്ങൾക്ക് തരിക ഒരു ബന്ദിങ്ങയും ഒരു വചനപ്പെട്ടി. അപ്പോൾ ഇത് മേടിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ആദ്യമായിട്ടല്ലേ നമ്മൾ കേട്ടുക. അപ്പോൾ അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു വചനം എടുത്ത വചനം യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും. ഈ വചനമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇതും കൊണ്ട് പതിയെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. നമ്മൾ കൊച്ചുകുട്ടികളല്ലേ, അമ്മയോട് ഞാൻ ചെന്ന് ചോദിച്ചു, അമ്മേ, ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മോട് ചേർക്കും. അപ്പം ഞാൻ എങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഒന്നും മിണ്ടിയില്ല. അമ്മ അകത്തേക്ക് കയറിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ചമ്മിപ്പോലെ, ഒരു ഉത്തരം കിട്ടേണ്ടത് അമ്മമാരെ കയ്യുന്നല്ലേ, അമ്മ ഒന്നും തന്നില്ല, കയറിപ്പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. ഈ ബൈബിള് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഈ ബൈബിളല്ല, ഇതുപോലത്തെ ഒരു ബൈബിൾ. അമ്മ തന്ന ബൈബിള് ഇതുപോലെ തന്നെ ഒരു ബൈബിളാണ്. ഇതും അമ്മ ഉപയോഗിച്ചിരുന്ന ബൈബിള് തന്നെയാണ്. ബൈബിള് തന്നിട്ട് അമ്മേനോട് പറഞ്ഞു, ഇതിനോട് ചേർന്ന് നിന്നാൽ മതി, അപ്പോൾ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ 4-ാം ക്ലാസ് 5-ാം ക്ലാസ് വരെ വളരെ പിന്നോക്കം, എന്താ പറയുക, ആരാലും അറിയപ്പെടാതെ ഒരു മൂലയിലിരുന്ന ഒരു സ്റ്റുഡൻറ്റ്, അത്രയും ഉണ്ടായും. എൻ്റെ അമ്മ എന്നോട് വചനത്തോട് ചേർന്ന് നിന്നോ, നിൻ്റെ ദൈവം നിന്നോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ തന്നു കഴിഞ്ഞ് ഞാൻ ഈ വചനം എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ തൊട്ട് അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ ഇത് എപ്പോഴൊക്കെയാണ് വായിക്കണ്ടേ? അപ്പോൾ അമ്മ പറഞ്ഞു, മോൻ എപ്പോൾ പഠിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ പഠിച്ചു കഴിയുമ്പോഴും വായിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അത് അതേപടി അനുസരിച്ചു. അമ്മ പറഞ്ഞോണം തന്നെ ഞാൻ പഠിക്കാനൊന്നും വലിയ ബുദ്ധിമതിയൊന്നും ആയിരുന്നില്ല. ഒന്നിനും മുന്നോട്ട് വന്നിരുന്ന ഒരാളല്ല. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പം വളരെ സന്തോഷത്തോടെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു അന്ന് കിട്ടിയ ഈ വചനപ്പെട്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യാതൊരു ധൈര്യമോ ഒന്നുമില്ലാത്ത ഒരു, എന്താ പറയുക, സത്യത്തിൽ കുറച്ച് അപകർഷത ബോധമൊക്കെയുള്ള ഒരു കുട്ടി ക്ലാസ്സിലിരിക്കുമായിരുന്നു. വചനം വായിച്ചു തുടങ്ങിയതിന് ശേഷം പ്രിയപ്പെട്ടവരെ, ഞാൻ ഓരോ ദിവസവും മുൻപന്തിയിലേക്ക് വരികയാണ് എല്ലാ കാര്യങ്ങളിലും. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന്. സ്പോർട്സ്, ആർട്സ്, ക്ലാസ്, എങ്ങനെ പറഞ്ഞ് എല്ലായിടത്തും ഞാൻ ഇറങ്ങുന്നിടത്തൊക്കെ എനിക്ക് വിജയം, എൻ്റെ പേരിങ്ങനെ അറിയപ്പെടാൻ തുടങ്ങി. അത് സത്യമായിട്ടും ഞാൻ അതുവരെ ഒട്ടും പഠിക്കുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല. പിന്നെ എൻ്റെ ഏറ്റവും പുറകിലിരുന്ന സീറ്റിൽ നിന്നും ഞാൻ കയറി ഫ്രണ്ടിലേക്ക് വരാൻ തുടങ്ങി. ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമായി തുടങ്ങി. എന്താ പറയുക, സ്പോർട്സിനൊക്കെ ചേർന്ന് സ്കൂളിൽ ആകപ്പാടെ കിട്ടിയ ഒരു ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് അതെനിക്ക് തന്നെയാണ്. ആർട്സിനും അതുപോലെ തന്നെ, ആർട്സ്, സ്പോർട്സ്, കൾച്ചർ പ്രോഗ്രാം എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ വീട്ടിലും ഒരു കൺഫ്യൂഷനായി, എൻ്റെ ആൾമാർക്കും ഒക്കെ സംശയം, ഇവളെങ്ങനെ ഇത്ര നാൾ ഈ പൊട്ടിപ്പെണ്ണ് ഇങ്ങനെ നടന്നായിരുന്നത്, ഇപ്പോൾ എല്ലാവരും ഇവളെ പേര് പറയുന്നുണ്ടല്ലോ എന്ന രീതിയിലേക്ക് വന്നു. അത് പഠനത്തിലും അതുപോലെ തന്നെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വചനത്തോട് ചേർന്ന് വചനവുമായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു 6-7-ാം ക്ലാസ്സൊക്കെ ആയപ്പം ഒരു ഹൈന്ദവ കുട്ടിയായിട്ട് കൂട്ടൊക്കെ ആയി. അവളുമായിട്ടുള്ള കൂട്ടുകെട്ട് വന്നപ്പോൾ നമ്മുടെ പള്ളിപ്പോക്കവും കാര്യങ്ങളിലൊക്കെ കുറച്ച് കുറവ് വന്നു. കാരണം അവരുടെ രീതിയിലേക്ക് ഞാനും കുറച്ചൊക്കെ ആകർഷിക്കപ്പെട്ടു. ഇപ്പോൾ കുറി തൊടാനും ചന്ദനം തൊടാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാനും ഇൻവോൾവായി. അത് പറയാനുള്ള കാരണം, അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടുകളിലേക്ക് നീങ്ങിപ്പോയപ്പോൾ നമ്മൾ ഈ സത്യത്തിലോ വചനത്തിൽ നിന്നൊക്കെ അങ്ങ് പിൻവലിഞ്ഞു. കൂട്ടുകെട്ടിൽ വർത്തമാനം പറയാനും ചിരിക്കാനും കളിക്കാനും ഒക്കെ പോയി. ഞാൻ സ്കൂളിൽ വരെ ബൈബിൾ കൊണ്ടുപോയ വ്യക്തിയാണ്. അതിനുശേഷം ബൈബിളൊന്നും കൊണ്ടുപോയില്ല. 7-ാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു സ്കോളർഷിപ്പ് എൻ്റെ പേര് പറഞ്ഞു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈശോയിൽ നിന്നും അകന്നപ്പോൾ ഇന്ന് മനസ്സിലാക്കുന്നു. അന്ന് എനിക്കതൊന്നും അറിയണ്ടായിരുന്നില്ല. അന്നൊക്കെ എനിക്ക് അവരോടൊക്കെ ദേഷ്യമായിരുന്നു. എനിക്ക് സ്കോളർഷിപ്പ് ഒന്ന് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞിട്ട് മേടിക്കാൻ ചെന്നപ്പം ഹെഡ് മാസ്റ്ററുടെ മോനാണ് ഇത് കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിളിച്ചു, അന്നുകൊണ്ട് എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ അധ്യാപകർ പെരുമാറുന്നത് എന്നൊക്കെയാണ് ആ ബോധ്യം. എനിക്കിപ്പോൾ ഞാൻ നിങ്ങളോട് പറയണത് ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് കിട്ടിയ ബോധ്യത്തിൽ നിന്നാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ എപ്പം ഞാൻ വിട്ടുപോയോ അവിടെയെല്ലാം എനിക്ക് പരാജയം വന്നു.
ഒരു 7, 8, 9 ക്ലാസ്സുകളിൽ ഞങ്ങളിങ്ങനെ കൂട്ടുകൂട്ടൊക്കെ കൂടി അവളും ഞാനും ഇങ്ങനെ കുറേ ഫ്രണ്ട്ഷിപ്പിലിങ്ങനെ നടന്നു. ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്നൊരു പ്രായമാണത്. പക്ഷേ 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് ഞാൻ ഈശോയിലേക്ക് തന്നെ വന്നു. പിന്നീട് ഞാൻ വീണ്ടും കയറി പോരുകയാണ്. പിന്നെ ഞാൻ പഠനത്തിൽ മുന്നോട്ട് വരുന്നു, ഏത് കാര്യങ്ങളിലും മുന്നോട്ട് വന്നു, സ്കൂൾ ലീഡറാകുന്നു. എനിക്കറിയില്ല എൻ്റെ ഈശോ എന്നെ എത്രമാത്രം ഉയർത്തിക്കൊണ്ടാണ്. ഞാൻ കുറേയൊക്കെ അനുഭവങ്ങൾ ഒരേ ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മക്കൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ആര് വന്നാലും അവരോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ: വചനം. ഈ വചനത്തോട് ചേർന്ന് നിൽക്കാൻ ഇന്ന് അച്ഛൻ കുർബാനയിൽ പറഞ്ഞല്ലോ, നമുക്ക് വചനത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. അപ്പം നമുക്ക് ദീപികാരനെ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ വെച്ചിട്ട് ചേർന്നിരിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവത്തോട് ചേർന്നിരിക്കാൻ ഏറ്റവും പറ്റിയ ഒരു വേദി ഈ ബൈബിളാണ്. ഇത് വചനം മാംസമായതാണ് വിശുദ്ധ കുർബാനയും ഈശോയും. അപ്പോൾ ഈ വചനം നമ്മൾ വചനത്തോട് ചേർന്ന് നിൽക്കാൻ, അതുപോലെ തന്നെ വചനം പൂജ്യമായിട്ട് സൂക്ഷിക്കാൻ. പലപ്പോഴും നമ്മൾ വചനം എവിടെയാണ് ഇട്ടിരിക്കുന്നത്? ഞാൻ പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, വചനത്തിൽ കുറേ പൊടിയൊക്കെ ആയിട്ടിരിക്കുന്ന ഈശോ കാണിച്ചു തരാറുണ്ട്. വചനം എവിടെയെങ്കിലുമൊക്കെ ഒരു മൂലയിൽ കിടക്കുന്നതായിട്ടൊക്കെ കാണാം. പരിശുദ്ധ കുർബാന എങ്ങനെ സൂക്ഷിക്കുന്നുവോ അതുപോലെ നമ്മളും ഈ വചനം സൂക്ഷിക്കണം. ഞാനിങ്ങനെ ക്ലാസ്സിനെ കുറിച്ച് ഒരുങ്ങി ഇന്നലെ വൈകുന്നേരം ദാനിയേൽ അച്ഛൻ, ഞാനെപ്പോഴും ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ആരെങ്കിലും ഒരു ടോക്ക് കേൾക്കും. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ശരിയാണോ എന്നറിയാനായിട്ടും കൂടെ. അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ വൈകുന്നേരം ഒരു ടോക്ക് എടുത്ത് കേട്ടു. ദാനിയേൽ അച്ഛൻ്റെ ടോക്കാണ്. അപ്പം അച്ഛൻ പറയാണ്, നിങ്ങൾക്ക് വിശുദ്ധ കുർബാന വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. അതേ, നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഒന്നാണ് ബൈബിള്. അപ്പം ബൈബിള് വിശുദ്ധമായിട്ടും പവിത്രമായിട്ടും സൂക്ഷിക്കണം. ഇതെൻ്റെ അമ്മ ആശുപത്രിയിൽ കിടന്നപ്പോൾ, ഐസിയുവിൽ കിടന്ന് ഐസിയുന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ എൻ്റെ അമ്മ എന്നോട് ആദ്യം പറഞ്ഞത്, മോനെ ബൈബിൾ കൊണ്ടോ നിൻ്റെ കയ്യിലെന്ന്. ഒരു സിസ്റ്ററായിരുന്നു ഞാൻ, പക്ഷേ എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായില്ല. ഞാൻ ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പോയതുകൊണ്ട് ഞാൻ ബൈബിൾ കൊണ്ടുപോയില്ല. പക്ഷെ അമ്മ ചോദിച്ചു, മോനെ സിസ്റ്ററായിട്ട് ബൈബിൾ കൊണ്ടുവന്നില്ലേ? അതെ, എൻ്റെ അമ്മേനോട് ചോദിച്ച വാക്കാ. ഞാൻ അന്നോട്ട് ഇന്ന് വരെ എൻ്റെ ബൈബിൾ കൊണ്ടു നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ പറഞ്ഞു, എനിക്ക് വായിക്കാൻ പറ്റില്ല, കണ്ണടയില്ലല്ലോ, മോൻ എൻ്റെ അടുത്തിരുന്ന് വായിച്ചു തരാൻ പറഞ്ഞു. ഞാൻ പ്രിയപ്പെട്ടവരെ, ഈ ബൈബിള് ഞാൻ അമ്മയ്ക്ക് വായിച്ചു കൊടുത്ത ബൈബിളാണ്. ഇന്നും പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബൈബിൾ തന്നെയാണ് അടുത്ത് വെച്ചിട്ട് പഠിക്കുക. ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നല്ല വിജയങ്ങൾ കരസ്ഥമാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വചനം വായിച്ചതിന് ശേഷം. അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, പഠിക്കണം, പരീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം അവരോട് പറയുക, മക്കളെ ബൈബിൾ എടുത്ത് വായിക്കുക, ഒരു ബൈബിൾ സ്വന്തമാക്കുക. എന്നിട്ട് പഠിക്കുന്നതിന് മുമ്പ് ഇത്രയും പറയുക, ഈശോയെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിരുത്തി തരണേ എന്ന് പറഞ്ഞ് പഠിക്കുക. പഠിച്ചതിന് ശേഷം ഈശോയെ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിനക്ക് തരുന്നു എന്നും പറഞ്ഞ് വായിക്കുക. അങ്ങനെ 2 പ്രാവശ്യം ബൈബിൾ വായിക്കാം. അങ്ങനെ 2 പ്രാവശ്യം ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ ഞാൻ സാധാരണ മനുഷ്യ ബുദ്ധിയിൽ ചിന്തിക്കുകയാണ്, നമ്മൾ ബാങ്കിലൊക്കെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടാൽ പലിശ കിട്ടും. അപ്പം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്താൽ ദൈവം എത്രമാത്രം അത് നമുക്ക് തരും. ഇതുപോലെ ഞാൻ പറഞ്ഞിട്ട് കുറേ പേർക്ക് അനുഭവങ്ങളുണ്ട്. എനിക്കൊരു അനിയനുണ്ട്, അവൻ സെമിനാരിൽ ചേർന്നപ്പോൾ അവനിങ്ങനെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ചെ എന്തിനാ ബുദ്ധിമുട്ടെന്ന്, ബൈബിൾ എടുക്കുക, വായിക്കുക, പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നീട് അവന് ഭയങ്കര വിജയമാണ് കരസ്ഥമാക്കി. എനിക്കൊരു വോയിസ് മെസ്സേജ് ഞാനിതിങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ട് തന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് വേണേൽ കേൾപ്പിച്ചു കൊടുത്തോ. കാരണം ഞാൻ വിജയം കരസ്ഥമാക്കിയത് 100ൽ 100 മാർക്കും ലാസ്റ്റ് ഫൈനലിൽ എൻ്റെ അനിയൻ 10-28 വയസ്സായപ്പോൾ സെമിനാരിൽ പോണത്. പക്ഷേ +2 ഒക്കെ നല്ല മാർക്കോടെ പാസ്സായവരുടെ കൂടെ നിന്നിട്ട് പോലും 2ാം റാങ്ക് 2ാം സ്ഥാനം ക്ലാസ് അവരുടെ കൂട്ടത്തിൽ വാങ്ങിക്കുകയാണ്. ആൾ ഇന്നും പറയുന്നുണ്ട്, ബൈബിള് വായിച്ചു പഠിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്കിത്രയും വിജയം കരസ്ഥമാക്കാൻ. ഞാൻ എൻ്റെ ചെറിയ സിസ്റ്റേഴ്സിനോട് പറയാറുണ്ട്, അവരും ഇതുപോലെ തന്നെ ബൈബിള് വായിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിച്ച സാക്ഷ്യങ്ങൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്. സിസ്റ്ററെ, അന്ന് ബൈബിൾ വായിച്ച് പഠിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയിരിക്കണേന്ന്. അങ്ങനെ ഞാൻ ഒരിക്കൽ ഒരു ടീച്ചറിനോട് പറഞ്ഞു, കാറ്ററ്റ് പരീക്ഷയാന്ന് തോന്നുന്നു, എഴുതുമ്പോൾ പറഞ്ഞു ബൈബിൾ വായിച്ചിട്ട് പരീക്ഷ എഴുതിക്കോ, മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കുട്ടി ബൈബിളെല്ലാം വായിച്ച് പരീക്ഷയ്ക്ക് റിസൾട്ട് വന്നപ്പോൾ അവൾ തോറ്റു. അവൾ എടുത്ത വഴി എന്നോട് ചോദിച്ചത്, സിസ്റ്ററെ ബൈബിൾ വായിച്ച് പഠിച്ചാൽ മാർക്ക് കിട്ടുമെന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് മാർക്ക് കിട്ടിയില്ലല്ലോ. സത്യത്തിൽ എനിക്കും ഭയങ്കര വിഷമമായി. ഞാൻ ഈശോയായിട്ടൊരു മൽപ്പിടുത്തം നടത്തി, ഈശോ എന്ത് പരിപാടിയാണ് ചെയ്തേ, നീ ഇങ്ങനെയൊക്കെ തന്നിട്ട് അങ്ങനെ ഒരു നാണംകേട് വരുത്തിയില്ലേ. പ്രിയപ്പെട്ടവരെ, പിറ്റേ പ്രാവശ്യം ആ കുട്ടി കാറ്ററ്റ് എഴുതി പാസ്സായില്ല. അപ്പം ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് പറഞ്ഞു, ഈ പ്രാവശ്യവും പാസ്സായിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു, അല്ല, എന്തെങ്കിലും ദൈവത്തിനൊരു പദ്ധതിയില്ല, അത് സംഭവിക്കില്ല, ഇതിന് പിന്നിൽ എന്തോ ഒരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവരുടെ വീണ്ടും
ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക ലിസ്റ്റ് വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം, ഈ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം പരീക്ഷ എഴുതിയതിൽ 2 മാർക്ക് കുറഞ്ഞവർക്കൊക്കെ പ്രൊമോഷൻ കൊടുത്തു. അപ്പോൾ ആ കുട്ടി അത് പാസ്സായി. നിങ്ങൾ ആലോചിക്കണം, ബൈബിൾ വായിച്ച് പഠിച്ച ആ എക്സാമാണ് അവൾ പാസ്സാകുന്നത്. ആ ദൈവത്തിൻ്റെ ഒരു മഹത്വം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം അങ്ങനെയും കൂടെ, കാരണം നമ്മുടെ പരിശ്രമത്തിലല്ല, ദൈവത്തിൻ്റെ പരിശ്രമം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കൊച്ചുങ്ങളോട് നമ്മൾക്ക് ഏത് രീതിയിൽ വിഷമം അനുഭവിക്കുന്നോ അവരോടൊക്കെ പറയുക, വചനത്തോട് ചേർന്ന് നിൽക്കുക, വചനം വായിക്കുക, വചനം പഠിക്കുക. നമ്മളെ പഠിച്ച എല്ലാ കാര്യങ്ങൾക്കും ഉപരിയാണ് വചനം എന്നൊരു ബോധ്യം. നമുക്ക് പലപ്പോഴും ബൈബിൾ വായിക്കാൻ പറയുമ്പോൾ അയ്യോ പഠിക്കാനുള്ള സമയം പോകില്ലേ എന്ന് ചിന്തിക്കും. ഇല്ല, ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മാർക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും, അവർക്കൊരു ആശ്വാസമായിരിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പറയും. അങ്ങനെ അമ്മ എൻ്റെ ഈ ബൈബിൾ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബൈബിളിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഏത്? പുതിയ നിയമം. പുതിയ നിയമത്തിൽ എത്ര പുസ്തകമുണ്ട്? നമുക്ക് സംശയം, നമ്മൾ എത്രമാത്രം ബൈബിൾ വായിച്ച് പഠിച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ എത്ര പുസ്തകമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചാടി പറയാനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ പഴയ നിയമം കൂടെ ചോദിച്ചാലോ? അപ്പോൾ പുതിയ നിയമത്തിന് തന്നെ ഞാൻ പറയുന്നുള്ളൂ, കാരണം ഈ പുതിയ നിയമമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ എന്നിട്ട് ഇതിലൂടെ കടന്നുപോയി. അപ്പം ഇത് എങ്ങനത്തെ പുസ്തകമാണ്, ഏത് ബൈബിളാണ് നമ്മൾ വായിക്കേണ്ടത്? ഏത് ബൈബിളാണ് നമ്മൾ വായിക്കേണ്ടത്? POC ബൈബിൾ വേണം നമ്മൾ വായിക്കാനായിട്ട്. കുറേ ബൈബിൾ ഇറങ്ങുന്നുണ്ട്, പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ കത്തോലിക്ക സഭ നമ്മൾ അംഗീകരിച്ച POCയുടെ പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ അംഗീകരിച്ച ബൈബിളാണ് നമ്മൾ വായിക്കേണ്ടത്. അങ്ങനെ ഈ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു 3-4 പോയിൻ്റ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6:36 പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായി. അപ്പം പിതാവ് കരുണയുണ്ട്, അപ്പം പുത്രൻ്റെ കരുണ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഞാൻ കടന്നു വന്നത്. പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും പഴയ നിയമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ അനുഭവങ്ങളും ഒക്കെ ഒരു ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഈ പുതിയ നിയമത്തിൽ നിന്നും കിട്ടിയ പിതാവിൻ്റെ കരുണ, പിതാവ് കരുണയുള്ളവനുമായിരിക്കും നിങ്ങൾ. അപ്പം ഈശോയ്ക്കൊരു കരുണ, പിതാവ് കാണിച്ചതൊക്കെ കാണിച്ചു തരുന്ന പുത്രനാണ്. പുത്രൻ്റെ കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇതുള്ളത് എന്നൊരു ചിന്ത ഞാൻ മനസ്സിലേക്ക് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടിക്കായത് ഒരു സ്നേഹിതൻ്റെ കരുണ ഈശോ കാണിക്കുന്നുണ്ടല്ലോ. ഒരു സ്നേഹിതൻ്റെ കരുണ ഏതോ ഓർമ്മയുണ്ടോ? ഏതാ ഈശോ കാണിച്ച സ്നേഹിതൻ്റെ കരുണ ഏതാന്ന്? യോഹന്നാന്റെ സുവിശേഷം 15:13 ഇപ്രകാരം പറയുന്നുണ്ട്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ വിലയിഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. പക്ഷേ അത് കാണിച്ചത് എവിടെയാണ് ഈശോ? സ്നേഹിതൻ്റെ കരുണ കാണിച്ചത് പെട്ടെന്ന് പറഞ്ഞു പോയാൽ 5-6 പോയിന്റുകൾ കടന്നു പോകാം. സ്നേഹിതൻ്റെ ഞാൻ പറയാം, ലാസറിൻ്റെ കവറെടുത്തൽ. അവൻ ജീവൻ ബലി കഴിച്ചിട്ടാണ് അവിടേക്ക് വന്നത്. എല്ലാവരും പോകണ്ട, അവിടെ നിന്നെ അന്വേഷിച്ചിരിക്കുന്നുണ്ട്, പോകരുത് എന്നൊക്കെ പറയുമ്പോഴും ഈശോ അവിടേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ആരോ പറഞ്ഞു സമരിയാക്കാരി സ്ത്രീ അല്ലേ? ഓക്കെ, സമരിയാക്കാരൻ്റെ അത് വേറൊരു ഇതിൽ വരും. കർത്താവിൻ്റെ കരുണയിൽ വരുമ്പോൾ അത് വ്യത്യസ്തതയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിലോ നമുക്ക് ലാസറിൻ്റെ പിന്നെ ഈശോ യൂദാസിനോടൊരു വാക്ക് ചോദിക്കുന്നുണ്ട്, സ്നേഹിത. കാരണം സ്നേഹിതരാണല്ലോ ചുംബനമൊക്കെ കൊടുത്ത് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ ശത്രു വന്നിട്ടാണ് ശത്രുത കാണിച്ചപ്പോഴും ഈശോ അവനെ ആ ശത്രുവായിട്ട് കണ്ടില്ല, വീണ്ടും അവനെ മറോട് ചേർത്ത് വെച്ചിട്ട് തന്നെ പറയാണ് സ്നേഹിത എന്നൊരു വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മാനസാന്തരപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെടായിരുന്നു അല്ലേ സ്നേഹിത. നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? നമുക്കിട്ട് പാര വയ്ക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മുടെ പ്രതികരണമെന്ന് ഈശോയുടെ പ്രതികരണം വ്യത്യസ്തമാണ് അല്ലേ? അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കോളൂ, സ്നേഹിത എന്ന് വിളിക്കാനായിട്ട്. പിന്നെ സമരിയാക്കാരി സ്ത്രീയോട് നമ്മളെല്ലാവരും മാറ്റി നിർത്തും അല്ലേ? ആർക്കും വേണ്ടാത്തവരെയൊക്കെ മാറ്റി നിർത്തിയാൽ ഈശോ അവരെ ചേർത്ത് പിടിച്ച് സ്നേഹിതരാക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ സക്കേവൂസിൻ്റെ ഭവനത്തിൽ സക്കേവൂസും ഒരു പാപിയായിരുന്നു. പക്ഷേ അവൻ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ കണ്ടില്ലെന്ന് വെച്ച് പോകാമായിരുന്നു. പക്ഷേ ഈശോ അവിടെയും അവനെ വിളിച്ച് ഒരു സ്നേഹിതനെ പോലെ അവൻ്റെ വീട്ടിൽ പോയി അവനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാം. നിങ്ങൾ ബൈബിൾ വെച്ച് ഇതിനേലും കൂടുതൽ കിട്ടും കേട്ടോ. അടുത്തതാണ് നല്ലിടയൻ്റെ കരുണ. എവിടെയാണ് നല്ലിടയൻ്റെ കരുണ? ഈശോ പറയുന്നത് ഞാൻ നല്ല ഇടയനാണ്. 99 ആട് നഷ്ടപ്പെട്ടാലും കൂടെ നിന്നിട്ടും ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പുറകെ പോയി അവനെ കൊണ്ടുവരുന്ന ഒരു നല്ല ഇടയൻ്റെ കരുണ നമുക്ക് കാണാം.
പിന്നെ നമുക്ക് കാണാനുള്ളത് ഒരു നിത്യപുരോഹിതൻ്റെ കരുണയാണ്. എവിടെ ഈശോ നിത്യപുരോഹിതനായത്? അന്ത്യത്താഴത്തിൽ ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തൻ്റെ ശരീരവും രക്തവും നമുക്കായി നൽകിക്കൊണ്ട് ഇന്നും ഒരു നിത്യപുരോഹിതനായിട്ട് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അന്ത്യത്താഴത്തിൻ്റെ സമയത്ത് ഏറ്റവും വേദനയുടെ സമയത്താണ് ഈശോ നമുക്കൊരു നിത്യപുരോഹിതനായിട്ട് തീർന്നത്. തൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകി. അവസാനത്തുള്ളി രക്തം പോലും ഇപ്പോഴും ചിന്തിക്കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കരുണയാണ് നിത്യപുരോഹിതൻ്റെ. അടുത്തത് ഒരു വൈദ്യൻ്റെ കരുണ. എവിടെയാണ് വൈദ്യൻ്റെ കരുണ കണ്ടത്? സമരിയക്കാരൻ, നേരത്തെ പറഞ്ഞ സമരിയക്കാരനിലെ ഒരു കരുണ കാണിക്കണ്ട അല്ലേ, ഒരു വൈദ്യൻ്റെ കരുണ. പിന്നെയോ കുറേ കരുണയുണ്ടല്ലോ. വൈദ്യൻ്റെ കരുണ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ധൂർത്തപുത്രൻ്റെ ഉണ്ട്, അത് വേറെ കരുണയിൽ വരും. ഇവിടെ വൈദ്യൻ ഏകദേശം ഡോക്ടർ എന്ന നിലയിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു, അന്ധരോഗികളെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു, രക്തസ്രാവക്കാരി. ആർക്ക് സുഖം വേണോ അങ്ങോട്ട് ചെന്ന് സുഖം വേണോ എന്നൊക്കെ ചോദിച്ച് സുഖപ്പെടുത്തുന്നല്ലേ. ബെത്സയിദ കുളക്കടയിലൊക്കെ കിടന്നപ്പോൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കുക, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ല, ഒരു കൂനുള്ളൊരു സ്ത്രീ ഒരു സിനഗോഗിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അവൾ അനങ്ങാതൊരു മൂലയിലിരിക്കുമ്പോൾ ഈശോ വിളിച്ചിട്ട് നടുവിൽ നിർത്തി അവളെ സുഖപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആരും വേദനിക്കുന്നത് കാണാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. ഈശോ എല്ലാവരെയും ഈശോയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈശോ അവരെ അനുഗ്രഹിച്ചേ വിട്ടിട്ടുള്ളൂ. ഏതാവശ്യമാണോ ആയിട്ടാണോ ഒരു വ്യക്തി അടുത്തേക്ക് വരുന്നത് അവർക്ക് കൊടുക്കും. ആത്മീയവും ശാരീരികവും മാനസികവുമായ സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണാം അല്ലേ. പാപിനിയായ സ്ത്രീക്ക് അവർക്ക് കൊടുത്ത സൗഖ്യം, സക്കബസിന് കൊടുത്ത സൗഖ്യം, ഇത് ശരീരത്തിനും മാത്രമല്ല ആത്മാവിനും മനസ്സിലും കൂടെ അവിടുന്ന് കരുണ കാണിക്കുന്ന ഒരു വൈദ്യനാണ്. അവസാനം പറയാം, അവസാനത്തെ ഒരു കരുണയും കൂടെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ ഈശോയുടെ കരുണ കാണിക്കുന്ന ഇതുകൾ. ഞാൻ പരിധിക്കുള്ളിലും എൻ്റെ ബുദ്ധിക്കുള്ളിലും എന്നെ സ്പർശിച്ചതുമായിട്ട് ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കുറേ കൂടെ കാണാനായിട്ട് പറ്റും. അടുത്തത് ക്രൂശിതൻ്റെ കരുണ. കുരിശിൽ കിടന്നുകൊണ്ട് പോലും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ വേദനയുടെ ഉള്ളിൽ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത് എല്ലാം അല്ലേ, ഒരമ്മയുണ്ടായിരുന്നു, ആ അമ്മേനെ നമുക്ക് തന്നു, എല്ലാവർക്കുമായിട്ട് തന്നു. ആകെപ്പാടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വത്താണ് ഒരമ്മ, ആ അമ്മേനെ നമുക്ക് തന്നു. ഇന്നും അമ്മ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ. ആരൊക്കെ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാത്ത ഇഷ്ടംതീരെ അനുഭവമുണ്ട്. അമ്മ ഇന്നും ആ തന്ന അമ്മ വിശ്വസ്തയോടെ നമ്മളെ കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് ആകെപ്പാടെ അവസാനം ഉണ്ടായിരുന്നത് എന്താ? അവസാനത്തുള്ളി രക്തവും വെള്ളവും. അതും കൂടെ തന്നു. ഒന്നുമില്ല, കയ്യിലൊന്നുമില്ലാതെ ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നത് ശൂന്യമായ കൈ കൊണ്ട്. കാരണം അവസാനത്തെ ഉള്ളി രക്തവും തന്നിട്ട് ഇന്നും ആ രക്തം ഒഴുകുന്നുണ്ട്. വിശുദ്ധ പൗസ്തീനയുടെ ഡയറിയിൽ ഈശോ വിശുദ്ധ പൗസ്തീനോട് പറഞ്ഞതായിട്ട് ഡയറിയിൽ കുറിച്ചിട്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം എഴുന്നള്ളി ഇരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെ ഈ തിരുവോസ്തിയിൽ നിന്നും ഈശോയുടെ രക്തവും വെള്ളവും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഇന്നും നമ്മളോട് കരുണ കാണിക്കുന്ന ക്രൂശിതൻ്റെ കരുണയുടെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. എന്നും ആ ഒരു ഓർമ്മയുണ്ടാകണം, എൻ്റെ ഈശോ എന്നോട് കാണിച്ച കരുണയാണിത്. ഈ കരുണയുടെ മുമ്പിൽ മാത്രമേ നമുക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെ കരുണയാണ് ഈശോ നമുക്ക് തന്നത്. ഇനി നമുക്ക് പിതാവിൻ്റെ കരുണ പഠിക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് പോകണം. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ ആ പിതാവിൻ്റെ കരുണയിലേക്ക് കടന്നു പോകാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് നിങ്ങളോട് പറയുകയാണ്, വചനം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. അതാണ് ഈശോ പഴയ നിയമത്തിൽ ജോഷുവോട് പറയുന്നുണ്ട്, നിൻ്റെ കയ്യിൽ എപ്പോഴും നയപ്രമാണ ഗ്രന്ഥവും ദൈവപ്രമാണവും ഒക്കെ കയ്യിൽ വെച്ചിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് പരാജയപ്പെടേണ്ടതായിട്ട് വരില്ല. ഈ വചനത്തിൻ്റെ പഠിക്കാനുള്ളൊരു എളുപ്പ വഴി, നിങ്ങൾക്ക് ആദ്യത്തെ 4 എന്താ? ഈ സുവിശേഷം. അത് കഴിഞ്ഞെന്താ? ഈ ഈശോയുടെ ശിഷ്യന്മാർ ചെയ്ത പ്രവർത്തനങ്ങൾ. അത് കഴിഞ്ഞെന്താ? ആരുടെ ലേഖനം? എത്ര ലേഖനം? 13 ലേഖനങ്ങൾ. അത് കഴിഞ്ഞ് ഇല്ല, പഠിക്കാൻ ഒരു എളുപ്പം. ഈശോ ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഒരിക്കലും പറയാൻ പാടുന്ന ഒരു എക്സാമ്പിളല്ല, എന്നാലും ഞാൻ പറയുകയാണ്. നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിലൂടെ കടന്നു പോകണം. പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ?
പുട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി നാളികേരം ഇടുന്നത് പോലെയാണ്. 4 സുവിശേഷം കഴിഞ്ഞാൽ ഒരു അപ്പസ്തോല പ്രവർത്തനം, അപ്പസ്തോല പ്രവർത്തനം കഴിഞ്ഞാൽ പൗലോസ്ലീഹായുടെ 13 ലേഖനങ്ങൾ, അത് കഴിഞ്ഞൊരു ഹെബ്രായക്കാർക്കുള്ള ലേഖനം, അത് കഴിഞ്ഞ് ശിഷ്യന്മാരുടെ ലേഖനങ്ങൾ, അത് കഴിഞ്ഞ് ഒരു വെളിപാട്. ശ്രദ്ധിച്ച് നോക്കിക്കുക. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ വളരെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് കടന്നു പോകുന്നത്. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. 4 സുവിശേഷം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, 13 പൗലോസ്ലീഹായുടെ ലേഖനം, ഹെബ്രായക്കാർക്കുള്ള ലേഖനം, 7 ലേഖനങ്ങൾ, അവസാനം വെളിപാട്. അങ്ങനെ 27 സുവിശേഷം ഈ പുതിയ നിയമമെങ്കിലും പഠിച്ച് നമുക്ക് ഈശോയുടെ സ്നേഹം മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കണം. കാരണം ഈ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് ശാരീരിക സൗഖ്യങ്ങളും ഒരുപാട് ആത്മീയ അനുഗ്രഹങ്ങളും സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെ ഞാനിവിടെ സാക്ഷി പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി അത് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. കാരണം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളെ കൊണ്ടുപോയിക്കോളും. അവസാനം നമുക്കെല്ലാവർക്കും സ്വർഗത്തിലെത്തുകയും വേണം. ഈ ഭൂമിയിൽ തന്നെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കാണണം. അന്ന് നമുക്ക് ഇങ്ങനെ പരസ്പരം പറയാൻ പറ്റണം, ആ സിസ്റ്ററാണല്ലേ അല്ലെ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കത്തക്ക രീതിയിൽ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരണം. മറ്റൊരു ദേവൻ്റെയും പുറകെ നമ്മൾ പോകണ്ട. നമുക്ക് പോകാനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഈശോയുണ്ട്. അതാണ് പുറപ്പാട് 20:1-6 പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, നിനക്ക് മറ്റ് ദേവന്മാരൊന്നും ഉണ്ടാകരുത്. ലൂക്കയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം വീണ്ടും പറയുക, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടെ വേണം ഈ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാനായിട്ട്. നമ്മുടെ സർവ്വശക്തി ഉപയോഗിച്ച് സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അനുഗ്രഹം ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി.